ഹേ ഗായ്സ്, ഇറ്റ്സ് മീ പ്രജംഷാൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതായത് ടൈഗർ പ്രോൺസ് വെച്ചിട്ട് ഒലത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ 3 കൊഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തോടെല്ലാം കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിനായി നമുക്ക് കുറച്ച് ചേരുവകളാണ്. 2-3 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, കുറച്ചധികം ചുവന്നുള്ളി, 4-5 പച്ചമുളക്. നിങ്ങൾക്ക് സവാള വേണമെങ്കിലും എടുക്കാം കേട്ടോ. കൊഞ്ചും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ ചുവന്നുള്ളിയും കൂടെ ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സ്റ്റൗവിൽ കടായി വെച്ചതിന് ശേഷം ചൂടായി കഴിയുമ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൊഞ്ചെല്ലാം തന്നെ നിരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിത് ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഇതിൽ ഉള്ളി ചേർത്തുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെമ്മീനായതുകൊണ്ട് തന്നെ ഇതിന് നല്ല വേവുണ്ട്. നമ്മളിതിന് മുന്നേ സെപ്പറേറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നില്ല. ഇതിൽ കിടന്ന് തന്നെ വഴറ്റി കൊടുത്തിട്ട് വേണം ഇത് വേവാനായിട്ട്. അവസാനമാകുമ്പോഴത്തേക്കും ഈ ഒരു കളറിലേക്ക് മാറും. അതേപോലെ തന്നെ നല്ല മുരിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഐറ്റം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൊഞ്ചൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ ഈ ഒരു ചാനലിൽ മെയിനായിട്ട് വരുന്നത് ട്രാവൽ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, അതേപോലെ ഫുഡ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ.